ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൺമണി കൃഷ്ണനോട് പറയുന്നുണ്ട്, സാഗറിനെ ഒന്ന് വിളിക്ക്, അച്ഛനെ ഒന്ന് വിളിക്ക് സർ. സാഗർ സാർ ചിലപ്പോൾ സാറ് വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കാതിരിക്കും എന്ന് പറയുന്നു. എന്തായാലും ഒന്ന് വിളിച്ച് നോക്കാമല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. തീർച്ചയായും ഒന്ന് വിളിച്ച് നോക്കൂ സാർ എന്ന് പറയുമ്പോൾ സാഗർ പെട്ടെന്ന് തന്നെ കൃഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താ അച്ഛൻ വിളിക്കുന്നു, എന്നാൽ ഫോൺ എടുക്കുക എന്ന് പറയുമ്പോഴത്തേനും ഫോൺ എടുക്കുന്നു. ഹലോ അച്ഛ എന്ന് ചോദിക്കുമ്പോഴത്തേനും കൃഷേ, നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. എനിക്ക് നല്ല സുഖമാണ് അച്ഛാ, കുഴപ്പമൊന്നുമില്ല. അച്ഛന് സുഖമല്ലേ? നീ ഇവിടുന്ന് പോയതിന് പിന്നെ അത്ര വലിയ സുഖമൊന്നും എനിക്കുണ്ടായിട്ടില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. നീ ഹാപ്പി അല്ലേ? ഞാനിവിടെ ഹാപ്പിയാണ് എന്ന് പറയുമ്പോഴത്തേനും സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം തന്നെ നീ സന്തോഷിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. എന്താ അച്ഛാ ആ കാര്യം എന്ന് പറയുമ്പോൾ, ശങ്കർ മോഹൻ്റെ ആ പ്രൊജക്റ്റ് അത് അലികൾക്ക് തന്നെ കിട്ടിയിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ എന്ത് വേണോടാ സന്തോഷം നിറയാനെന്ന് പറയുന്നു. ഇത് കൺമണിയുമായിട്ട് പങ്കുവെക്കുന്നു കേട്ടോ ക്രഷ്. അതിനുശേഷം തന്നെ കൺമണിക്കും സന്തോഷമാവുന്നുണ്ട്. പിന്നെ കൺമണി അടുത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഓ ഉണ്ട് അച്ഛാ, ഞാൻ കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ കൺമണി സാഗറിനെ വിളിക്കുന്നു കേട്ടോ. സർ എന്ന് വിളിക്കുമ്പോഴത്തേനും കൺഗ്രാജുലേഷൻ കൺമണി. കൺമണി വരച്ച ഡിസൈൻ നമ്മുടെ അലികയ്ക്ക് വലിയൊരു നേട്ടം ഉണ്ടാകാനായിട്ട് പോകുന്നു. ശങ്കർ മോഹന് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഡിസൈൻ എന്ന് പറയാട്ടോ. പിന്നെ കൺമണി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, കൺമണി എപ്പോഴെങ്കിലും അലിക വിട്ട് പോവുകയാണ് ശങ്കർ മോഹൻ്റെ കമ്പനിയിലേക്ക് വേണം കൺമണിയെ, അങ്ങനെ പുറത്തു വിടാൻ സാധിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ താല്പര്യമുണ്ടോ കൺമണിക്ക് എന്ന് പറയുമ്പോൾ, ഞാൻ ഒരിക്കലും അലിക വിട്ട് പോവില്ല സാർ, ഇത് ഞാൻ ഉറപ്പ് തരുന്നു. എന്തായാലും കൃഷിന് ഫോൺ കൊടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും കൃഷി ഫോൺ വാങ്ങിക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കൃഷി നീ എത്രയും പെട്ടെന്ന് കൺമണിയെ ഇങ്ങോട്ട് അയക്കണമെന്ന് പറയുന്നു. അതെന്തിനാ അച്ഛാന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങളുടെ ഈ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അധികം കഴിഞ്ഞിട്ടില്ല, പിന്നെ കൺമണി ഇങ്ങോട്ട് അയച്ചേ പറ്റുള്ളൂ, വേറൊന്നുമല്ല. നമ്മുടെ കമ്പനിയിലെ പ്രൊജക്റ്റിൻ്റെ വർക്കുകളൊക്കെ പെൻഡിങ്ങിലാണ്. ശങ്കർ മോഹൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ, അതുകൊണ്ട് തന്നെ കൺമണി ഇവിടെ വേണം. ആ ഡിസൈനിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ഫാക്ടറിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പറയുമ്പോഴത്തേനും പറയുന്നുണ്ട്, അത് നീ ഉണ്ടല്ലോ, നീ അവിടെ നിന്നാൽ മതി, കൺമണി ഇങ്ങോട്ട് വിട്ടേക്കെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ കൃഷ്ണൻ കൺമണിയും കൂടി സംസാരിക്കുന്നു കേട്ടോ. അച്ഛൻ അച്ഛൻ പറയുന്നുണ്ട് കൺമണിയോട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. ആ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഒരു കാര്യം ചെയ്താൽ മതി സർ, സർ ഇവിടെ നിന്നോളൂ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ സാറിന് നോക്കി കൊടുക്കാനല്ലേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളൂ, ഞാൻ പോയിട്ട് വരാം, അല്ലാതെ എന്ത് ചെയ്യാനാണ് എന്ന് പറയുന്നുണ്ട്. എനിക്കിതിലെന്തോ അപായ സൂചന തോന്നുകയാണ് കൺമണി, എന്തെങ്കിലും പ്രശ്നം വരൂ എന്നുള്ളത്. ഒന്നും വരില്ല സർ, സർ ടെൻഷനൊന്നും അടിക്കേണ്ട, ഇതിൽ വേറെ നിവൃത്തിയൊന്നുമില്ല. നമ്മുടെ സാഗർ സാറ് പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, എന്തായാലും പോയേ പറ്റുള്ളൂ. സാറ് വിഷമിക്കേണ്ട, എത്രയും പെട്ടെന്ന് സാറിനും തിരിച്ചു വരാമല്ലോ, ഇത് കേണൽ സാറിനോടൊന്ന് പറയണം എന്ന് പറയുന്നു. പക്ഷെ രണ്ടുപേർക്കും പിരിയാൻ വയ്യാത്ത വിധം അവരടുത്ത് കഴിഞ്ഞല്ലോ, ഇനി കൺമണിക്കും കൃഷ്ണനും അങ്ങോട്ടും പിരിയാനായിട്ട് സാധിക്കില്ല. പിന്നീട് മാനസയും അതുപോലെ ആൻറ്റിയമ്മയും കാണിക്കുന്നുണ്ട്. അപ്പോൾ മാനസ ദേഷ്യത്തോടുകൂടി സംസാരിക്കുന്നുണ്ട്, കൺമണിക്ക് വലിയൊരു നേട്ടമാണ് വന്നിട്ടുള്ളത്, എവിടെ അവൾ ഓരോ കാര്യങ്ങൾ ചെയ്താലും അവൾക്ക് അനുകൂലമാണ് മറുപടികളെല്ലാം തന്നെ എന്ന് പറയുന്നു. പക്ഷേ എന്തായാലും കൃഷ്ണനെ ഞാൻ വിട്ടു കൊടുക്കില്ല എന്ന് പറയുന്നു കേട്ടോ. ആ നീ പറഞ്ഞതെല്ലാം തന്നെ ചെയ്യുമ്പോൾ ഓരോരോ തെറ്റുകൾ വരുത്തി വയ്ക്കും. നല്ലൊരു ഡിസൈൻ ആയതുകൊണ്ടാണ് കൺമണി എങ്ങനെ പൊക്കി പറയുന്നത് സാഗർ, അത് സത്യമുള്ള കാര്യമല്ലേ. നീ എന്താ ചെയ്തിട്ടുള്ളത്? ഒരാളുടെ ഓരോരോ കാര്യങ്ങൾ മോഷ്ടിച്ചിട്ടും പിരിച്ചു പറിച്ചിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്താൽ ആർക്കെങ്കിലും പറ്റുമോ മാനസി എന്ന് പറയുന്നു. ആൻറ്റിയമ്മ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, ആൻറ്റിയമ്മ കാരണമല്ലേ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, ഇതിൽ ആൻറ്റിയമ്മയും പങ്കാളിയാണ്. പിന്നെ എന്നെ മാത്രം കുറ്റപ്പെടുത്തിയാലുണ്ടല്ലോ, ഞാൻ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയും എല്ലാവരോടും. എൻ്റെ പൊന്നു മാനസേ, നമ്മൾ രണ്ടുപേരും ഒരേ തരക്കാരാണ്, നമുക്ക് ദേഷ്യം വരുമ്പോൾ ഒരുപോലെ നമ്മൾ ഒരുമിച്ചാണ് നിൽക്കേണ്ടത്, അതിന് ഇനി വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, എന്തായാലും നമുക്ക് കൃഷ്ണൻ ഇങ്ങോട്ട് വരുത്തണം, അവൻ വരട്ടെ, എന്നിട്ട് നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. എന്തായാലും അവനെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ലല്ലോ, എത്രയും പെട്ടെന്ന് അവനെ നമ്മുടെ വരുതിയിലാക്കണമെന്നേ, അവൻ ടെൻഷൻ അടിക്കേണ്ട മനസ്സെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ കൃഷ് നമ്മുടെ ദേവ്ജിയെ വിളിക്കുന്നു കേട്ടോ. ദേവ് സാർ എന്ന് പറയുന്നു. എന്തായാലും അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ല കാര്യമല്ലേ കൃഷി എന്ന് പറയുമ്പോഴത്തേനും, അച്ഛൻ വേറെ ഒന്നിനും അല്ല വിളിച്ചിട്ടുണ്ടായിരുന്നത്, കൺമണി എത്രയും പെട്ടെന്ന് അലികയിലേക്ക് തിരിച്ചയക്കണം എന്ന് പറയാനാണ്. അതെന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. എന്തോ പ്രോജക്റ്റ് വർക്കുകളും പിന്നെ ശങ്കർ മോഹൻ്റെ ആ ഡിസൈനിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അതൊക്കെ തന്നെ ആയിരിക്കും. സാഗർ എന്തായാലും വെറുതെ ഒന്നും കൺമണിയെ ഇങ്ങോട്ട് വിളിക്കില്ല. എന്തായാലും ദേവ്ജി, എനിക്ക് അവളെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല, ഞങ്ങൾ ഒരുമിച്ച് അവർ വിളിക്കുന്നുമില്ല, ഇനി എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല, കൺമണി ഇല്ലെങ്കിൽ ഞാനും ഉണ്ടാവില്ല എന്ന് പറയുന്നു. എങ്ങനെയെങ്കിലും അച്ഛൻ്റെ മനസ്സ് മാറ്റണം,
സാഗറിൻ്റെ മനസ്സ് മാറ്റാൻ പറ്റുമെന്ന് അറിയില്ല. നീ വിഷമിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയുന്നത് ആയിട്ട് നീ കരുതണ്ട. സാഗറിന് എന്തായാലും ഈ ബന്ധത്തോട് അത്ര താല്പര്യമൊന്നുമില്ല. ആ മനസ്സലിയാൻ കുറച്ച് സമയം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ നീ ക്ഷമിക്കേണ്ടി വരും. ഏത് പ്രതിസന്ധി ഉണ്ടായാലും കൺമണിയെ ഞാൻ വിട്ടുകൊടുക്കില്ല ആർക്കും. അത് ഞാൻ ഉറപ്പ് തരുന്നു. ഇനി അച്ഛനെന്നല്ല ആരെതിർത്താലും ഞങ്ങൾ ഒന്നായിരിക്കും. എന്തായാലും കൺമണിക്ക് ഫോൺ കൊടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ ദാ ദേവിജിയാണെന്ന് പറയുന്നു. എന്താ സാർ? എന്തായാലും കൺമണി ഡിസൈൻ അതിഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, കൃഷിനെ പിരിഞ്ഞു നിൽക്കാൻ വിഷമമുണ്ടോ എന്ന് ചോദിക്കുന്നു. സാർ എനിക്ക് വിഷമം, അതുകൊണ്ട് ഒരു ടെൻഷനും അടിക്കണ്ട. രണ്ടുപേരെയും ഒരുമിച്ച് ഇങ്ങോട്ട് വരുത്താൻ ഒരു അവസരം ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ കൺമണിക്ക് സന്തോഷമാവുന്നുണ്ട്. ഈ കാര്യം അറിയുന്ന കൃഷ്ണനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ദേവിജി നമ്മളെ ഒരുമിച്ച് നാട്ടിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഓ, സമാധാനമായി. എന്തായാലും സാർ, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാറിന് ഒരു നിമിഷം പോലും എനിക്ക് പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് പോവുക? അത് ആലോചിച്ചിട്ടായിരുന്നു ടെൻഷൻ. ഇപ്പോൾ ഒരു സമാധാനമായി. ഇനി ഒട്ടും പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല. ഒരു നിമിഷം പോലും സാറില്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും സാധിക്കില്ല. എനിക്കും അങ്ങനെ തന്നെയാണ് കൺമണി എന്ന് പറഞ്ഞിട്ട് പരസ്പരം അവർ സ്നേഹിക്കാട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് സുമിത്രയാണ്. സുമിത്രയാണെങ്കിലോ വക്കീലിനെ വിളിക്കുന്നുണ്ട്. എന്തായി വക്കീലെ കാര്യങ്ങൾ? ഭാഗ്യശ്രീയെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ചോദിക്കുന്നു. അവൾ ഏതോ കാറിൽ കയറി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഏത് കാറിൽ, ആരുടെ കാറിൽ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും കാറിൻ്റെ നമ്പർ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല അവൾ എങ്ങോട്ടാണ് പോയത്. ഇതുവരെ അവളെ കുറിച്ചൊരു ഡീറ്റെയിൽസും കിട്ടിയിട്ടൊന്നുമില്ല. മാത്രമല്ല, അവൾ വല്ല വനിതാ കമ്മീഷനിലോ എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യം പോയി. ഒരു മുൻകൂർ ജാമ്യം എടുത്തു വയ്ക്കുകയായിരിക്കും നിങ്ങൾക്ക് നല്ലത്. വക്കീൽ പേടിപ്പിക്കാതെ. പിന്നെ അല്ലാതെ എന്ത് ചെയ്യണം? എൻ്റെ പേരിൽ എന്തെങ്കിലും കേസുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഓരിപ്പോരും. പക്ഷേ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല, ആകെ പെട്ടുപോകും. വക്കീലെ, ഒപ്പം നിന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ കാല് മാറാനായിട്ട് നോക്കുകയാണോ ചോദിക്കുന്നുണ്ട്. കാല് മാറാനൊന്നല്ല, നിങ്ങൾ ഓരോ വീട്ടിത്തരം കാണിച്ച് വെക്കുകയല്ലേ. പിന്നെ എനിക്ക് രക്ഷപ്പെട്ട് വലിയ പറ്റുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഭാഗ്യശ്രീ എന്തായാലും അവൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിവരം അറിയിച്ച എല്ലാ പണികളും പാളി. പിന്നെ സാഗറിനെ കൊല്ലലും നടക്കില്ല, ബലരാമനെ ജയിലിലാക്കലും നടക്കില്ല. ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങളുടെ പ്ലാനിങ് ഒക്കെ തെറ്റിപ്പോവും എന്ന് പറയുന്നു. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം കേട്ടോ. എന്ത് ചെയ്യാനാണ്? ഇനി അവളെ കണ്ടെത്താനായിട്ട് നോക്കട്ടെ. പിന്നെ ബലരാമനെ പോയിട്ട് ജയിലിൽ ചെന്നൊന്ന് കാണണം. ഒന്ന് സഹതാപത്തോടുകൂടി സംസാരിക്കണം. അവൻ്റെ മനസ്സൊന്ന് മാറുമെന്ന് നോക്കാമല്ലോ. അവസാന ഘട്ട പോരാട്ടം അല്ലേ. അതുകൊണ്ടാണ്. എന്തായാലും ഞാൻ രാമനെ പോയിട്ട് ജയിലിൽ പോയി കാണാം. എന്തായാലും അങ്ങനെ ആവട്ടെ എന്ന് പറയുന്നു. പിന്നീട് ഫാക്ടറി തന്നെയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും മധുരം കൊടുത്തിട്ട് കൺമണി കൃഷി അതിൽ നടക്കുന്ന സമയത്ത് ഒരു അമ്മയുണ്ട് അവിടെ. ആ അമ്മ ആ അമ്പലത്തിൽ വെച്ചിട്ട് കൺമണി താലി തൊട്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടു. അങ്ങനെ ഭാര്യയും ഭർത്താവും നല്ല രീതിക്കാവട്ടെ എന്നൊക്കെ പറയുന്നൊരു അമ്മയാണ് അവിടെ. ആ അമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താണ്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി ചോദിക്കുമ്പോൾ, കല്യാണം കഴിഞ്ഞിട്ടൊക്കെ കുറേ ആയി, ഇത്രയായിട്ട് കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഇതാവാത്തത് കൊണ്ട് വിഷമമുണ്ടെങ്കിൽ ഇവിടെ നല്ല ചികിത്സയുണ്ട്. അവിടെ പോയതിന് ശേഷം തന്നെ ആ ചികിത്സ ചെയ്താൽ കുഞ്ഞുങ്ങൾ തീർച്ചയായും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും കൃഷി പറയുന്നുണ്ട്, ഞങ്ങൾ വിവാഹം ചെയ്തു എന്ന് തന്നെ ഉള്ളൂ. പക്ഷേ ഒരിക്കലും തന്നെ ഭാര്യയും ഭർത്താവായിട്ട് ജീവിതം തുടങ്ങിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ, ചില ഫാമിലിയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, അത് കാരണമാണെന്ന് പറയുന്നു. എല്ലാ പ്രശ്നങ്ങളും മാറും, നിങ്ങൾ ഒന്നായി ജീവിക്കണം. ഇതെല്ലാം വാസുകി കേട്ടുകൊണ്ട് വരുന്നു കേട്ടോ. അപ്പോഴത്തേനും എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ അതൊരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാണ് വാസുകി. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല. എന്തായാലും ആ ഒരു സന്ദർഭം നല്ലതോ ചീത്തയോ ആവട്ടെ, ആ സന്ദർഭം ഞങ്ങൾതമായി. അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മാറ്റിമറിക്കാൻ സാധിച്ചത്. എന്തായാലും നിങ്ങൾ എന്നാലും നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നൊക്കെ വാസുകി അവരെ അനുഗ്രഹിക്കുന്നു കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് കഴിയുന്നത് പ്രമോ ആയിട്ട് കാണാം.